ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ നമ്മുടെ ഈ ലാബിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നാം ഡിസ്കസ് ചെയ്ത റെക്ടിഫയേഴ്സ്. ആ റെക്ടിഫയേഴ്സിലെ വേവ് ഫോംസ് CRO ഉപയോഗിച്ചിട്ട് അതിൻ്റെ റീഡിങ്സ് കാണുന്നതും അതുപയോഗിച്ചിട്ട് വേവ് ഫോംസ് പ്ലോട്ട് ചെയ്യുന്നതും പറഞ്ഞിരുന്നു. ഇനി ആ വേവ് ഫോംസ് പ്രാക്ടിക്കലായി ചെയ്ത CRO റീഡിങ് എടുത്തിട്ട് എങ്ങനെയാണ് ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തേത് ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. നമ്മുടെ 3 റെക്ടിഫയറിൽ ആദ്യത്തെ റെക്ടിഫയർ ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്, വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒരു സിഗ്നലിൻ്റെ ഹാഫാണ് നമുക്ക് റെക്ടിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് ലഭിക്കുക. അപ്പോൾ നാം ഈ കൊടുക്കുന്ന സിഗ്നൽ അഥവാ ഇൻപുട്ട് സിഗ്നൽ, റെക്ടിഫയറിലേക്ക് ഇൻപുട്ടായി കൊടുക്കുന്ന സിഗ്നൽ, അതിനുശേഷം റെക്ടിഫയറിൽ ഫിൽറ്ററിങ് നടത്തുന്നതിന് മുമ്പുള്ള വേവ് ഫോം, ശേഷം കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ചെയ്തതിന് ശേഷമുള്ള വേവ് ഫോംസ് എന്നിവ ഒരു CRO ഉപയോഗിച്ച് എങ്ങനെ അതിൻ്റെ ഓരോ വേവ് ഫോമിൻ്റെയും XY ആക്സിലെ റീഡിങ്സ് എടുക്കുക, എങ്ങനെയാണ് അവ ഉപയോഗിച്ച് ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ ആകുമ്പോൾ ആദ്യം അതിൻ്റെ ഒബ്സർവേഷൻ ആൻഡ് കാൽക്കുലേഷൻ പാർട്ടിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ആദ്യം റിപ്പിൾ ഫാക്ടർ എന്നൊരു ടേം ഉണ്ട്. റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു റെക്ടിഫയർ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു AC സിഗ്നലിനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നൊരു ടേമാണ് റിപ്പിൾ ഫാക്ടർ അഥവാ റിപ്പിൾ വോൾട്ടേജ് ബൈ DC വോൾട്ടേജ് ആണ് അതിൻ്റെ പ്രാക്ടിക്കൽ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ. ചുരുക്കത്തിൽ ഒരു റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ACയെ DC ആക്കുമ്പോൾ DCയെ പരിപൂർണമായിട്ട് ഫിൽട്ടർ ചെയ്യുന്നതിന് മുമ്പ് കൺവേർട്ടഡ് ചെയ്തിരിക്കുന്ന DCയെ ഫിൽട്ടർ ചെയ്യുന്നതിന് മുമ്പ് ഡയോഡിലൂടെ കടന്നു വന്നിട്ട് ലോഡിന് അക്രോസ് ലഭിക്കുന്ന പൾസേറ്റിംഗ് DC ഉണ്ടാവും. ആ DCയിൽ അടങ്ങിയിരിക്കുന്ന ACയുടെ കണ്ടൻറ്റിൻ്റെ അളവാണ് റിപ്പിൾ ഫാക്ടർ. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ വാല്യൂ റിപ്പിൾ വോൾട്ടേജ് ബൈ DC വോൾട്ടേജ് ആണ്. ഇവിടെ റിപ്പിൾ വോൾട്ടേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിപ്പിൾസ് ഉള്ള വോൾട്ടേജ്, അത് എന്തായാലും AC വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ AC വോൾട്ടേജ് ബൈ DC വോൾട്ടേജ്, ഈ രണ്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് ലോഡിന് അക്രോസ് ആണ് അഥവാ റെസിസ്റ്ററിന് അക്രോസ് ആണ്. അപ്പോൾ സപ്ലൈ കൊടുത്തതിന് ശേഷം, സിഗ്നൽ കൊടുത്തതിന് ശേഷം ഡയോഡിലൂടെ കടന്നു വന്ന സിഗ്നൽ ഒരു ലോഡിന് അക്രോസ് അഥവാ റെസിസ്റ്ററിന് അക്രോസ് ലോഡിൽ ഉണ്ടാവും. ആ സമയത്ത് ആ ലോഡിന് അക്രോസ് ഉള്ള AC വോൾട്ടേജ് ഡിവൈഡഡ് ബൈ DC വോൾട്ടേജ്, റെസിസ്റ്ററിന് അക്രോസ് മൾട്ടിമീറ്റർ കൊണ്ട് മെഷർ ചെയ്യുന്ന AC വോൾട്ടേജ് ബൈ അതേ സ്ഥാനത്ത് തന്നെ DC വോൾട്ടേജ്, അത് രണ്ടും ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് പ്രാക്ടിക്കലായിട്ട് റിപ്പിൾ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ. അതുപ്രകാരം നാം മുമ്പ് പറഞ്ഞ സർക്യൂട്ട് പ്രകാരം ഉള്ള കമ്പോണൻസ് ഉപയോഗിച്ച് ചെയ്ത
റെക്ടിഫയർ സർക്യൂട്ടിൽ നിന്ന് റിപ്പിൾ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 8.9 വോൾട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതേ ബൈ ഡി സി വോൾട്ടേജ് 7.4 വോൾട്ട്. അത് ചെയ്യുമ്പോൾ 1.202 എന്നുള്ള ഒരു വാല്യൂ ആണ് ലഭിച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ റിപ്പിൾ ഫാക്ടർ ഒരു ഹാഫ് വേവിനെ സംബന്ധിച്ച് അതിൻ്റെ തിയററ്റിക്കൽ ഇക്വേഷൻസ് വെച്ച് ചെയ്യുമ്പോൾ 1.21 ആണ്. അപ്പോൾ നാം പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ ചെറിയ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് 1.202 എന്നുള്ള ഒരു വാല്യൂ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 0.01 പോയിൻറ്റിൻ്റെ വ്യത്യാസമേ ഇവിടെ കാണുന്നുള്ളൂ. ഇനി ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷനാണ്. നാം കൊടുക്കുന്ന സിഗ്നൽ CROയിൽ എങ്ങനെയാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കാണുന്നത്. അതിനുള്ള കോമൺ ഇക്വേഷൻ നാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്പർ ഓഫ് വെർട്ടിക്കൽ ഡിവിഷൻസ് ഗുണിക്കണം വോൾട്ട്സ് പെർ ഡിവിഷൻ. വെർട്ടിക്കൽ ഡിവിഷൻസ് എന്ന് പറയുമ്പോൾ CROൻ്റെ സ്ക്രീനിൽ ഒരു ഗ്രാഫ് രൂപത്തിലായിരിക്കും. അപ്പോൾ ആ സിഗ്നലിൻ്റെ മൊത്തം ഹൈറ്റ് അതാണ് വെർട്ടിക്കൽ ഡിവിഷനായി വരുന്നത്. അതേ ഗുണിക്കണം വോൾട്ട്സ് പെർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ CROയിൽ ഉണ്ടാവുന്ന ഒരു സ്കെയിലാണ്. അത് ഏത് സ്കെയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കേണ്ടി വരും. അപ്പോൾ കോമൺ ആയിട്ട് ഞാൻ ചെയ്യുമ്പോൾ സാധാരണ അത് 5 വോൾട്ട്സ് പെർ ഡിവിഷൻ സ്കെയിലാണ് നാം സെറ്റ് ചെയ്യാറ്. നമുക്ക് ആവശ്യാനുസരണം അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടും. അപ്പോൾ ഏതായാലും നമ്പർ ഓഫ് വെർട്ടിക്കൽ ഡിവിഷൻസ് അത് എത്രയാണെന്ന് കാണുക. അതേ ഗുണിക്കണം വോൾട്ട്സ് പെർ ഡിവിഷനാണ്. ആംപ്ലിറ്റ്യൂഡ് അഥവാ വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷന്. ടൈം പീരീഡ് ആണെങ്കിൽ നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ഡിവിഷൻ അതിൻ്റെ സിഗ്നലിൻ്റെ ലെങ്ത്താണ് അവിടെ മെഷർ ചെയ്യുന്നത്. അതേ ഗുണിക്കണം സെക്കൻഡ് പെർ ഡിവിഷൻ എന്ന സ്കെയിൽ ഉണ്ടാവും. അത് എത്രയാണോ അത് കാണുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ടൈം പീരീഡ് ലഭിക്കുന്നു. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t ആണ്. ഈ ടൈം പീരീഡ് ലഭിച്ചതിലൂടെ അതിൽ നിന്ന് അതിൻ്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി 1/t. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ്. ഇനി നാം ചെയ്ത പ്രകാരം ഓരോ സിഗ്നലും നോക്കാം. ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുമ്പോൾ AC സിഗ്നലാണ്. നമുക്ക് കൊടുക്കുന്ന ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട്, അതായത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് നാം ഉപയോഗിച്ചിരിക്കുന്നത്. 230/9 വോൾട്ട്. അപ്പോൾ 9 വോൾട്ട് ആയിരിക്കും നമ്മുടെ റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട്. ആ സിഗ്നലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു മുകളിൽ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം നമ്പർ ഓഫ് വെർട്ടിക്കൽ ഡിവിഷൻസ് ഗുണിക്കണം വോൾട്ട്സ് പെർ ഡിവിഷനാണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വെർട്ടിക്കൽ ഡിവിഷൻസ് 4 ആണ് ലഭിച്ചിരിക്കുന്നത്. ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ വോൾട്ട്സ് പെർ ഡിവിഷൻ സ്കെയിൽ 5ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 20 വോൾട്ട് എന്നുള്ള പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡാണ് ലഭിച്ചത്. അതിൻ്റെ ഗ്രാഫ് ഇതിൻ്റെ ശേഷം പറയുന്നുണ്ട്. അത് പീക്ക് ടു പീക്ക് ആണെങ്കിൽ അടുത്തത് മാക്സിമം വോൾട്ടാണ്. ഒരു പീക്കിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അത് ഈക്വൽ ടു VPP/2 എന്നാണ്. 20/2 ഈക്വൽ ടു 10 വോൾട്ട് എന്ന് ലഭിക്കുന്നു. ഇനി ടൈം പീരീഡ് അതിൻ്റെ ലെങ്ത്താണ് മെഷർ ചെയ്യേണ്ടത്. ടൈം പീരീഡ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ഡിവിഷൻസ് ഗുണിക്കുന്ന സെക്കൻഡ് പെർ ഡിവിഷനാണ്. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ഡിവിഷൻസ് 4ഉം സെക്കൻഡ് പെർ ഡിവിഷൻസ് 5 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 20 മില്ലി സെക്കൻഡാണ് അവിടുത്തെ ടൈം പീരീഡ് ലഭിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഫ്രീക്വൻസി ഈക്വൽ ടു 1/t 1/20 മില്ലി സെക്കൻഡ് ഈക്വൽ ടു 1/20 × 10⁻³ സെക്കൻഡാണ്. കാരണം മില്ലി സെക്കൻഡിന് സെക്കൻഡിലേ ആക്കുമ്പോൾ 10⁻³ കൊണ്ട് ഗുണിക്കണം. അങ്ങനെ ഫൈനലായിട്ട് 50 ഹെർട്സ് എന്നുള്ള ഒരു ഫ്രീക്വൻസിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് കണ്ട സമയത്ത് 20 വോൾട്ടാണ് നമുക്ക് ലഭിച്ചത്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 9 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ്. അതുപ്രകാരം നമുക്ക് മാക്സിമം ലഭിക്കേണ്ടത് 18 വോൾട്ട് പീക്ക് ടു പീക്കാണ് ലഭിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ CROയിൽ കാലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു
ബട്ടണുണ്ട്, അത് ഉപയോഗിച്ചിട്ട് അത് 20യിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചതാണ്. നാം വരക്കുന്ന ഗ്രാഫിന് ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ അത് വരക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 20 എന്നൊരു നമ്പറിലേക്ക് സെറ്റ് ചെയ്തതാണ്. നമുക്ക് ആ കാലിബ്രേഷൻ ഉപയോഗിച്ചിട്ട് അത് 18 വോൾട്ടിലും സെറ്റ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് കൊടുത്തിരിക്കുന്നത് 9 വോൾട്ട് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പീക്ക് ടു പീക്ക് 18 വോൾട്ട് ആയിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് 20 വോൾട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് കാലിബ്രേഷൻ എന്ന് പറഞ്ഞ സ്കെയിൽ ഉപയോഗിച്ച് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ 20യിലേക്കാണ് നാം സെറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഔട്ട്പുട്ട് സിഗ്നലാണ്. ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുമ്പോൾ ലോഡിന് അക്രോസ് റെക്ടിഫൈഡ് ആയിട്ടുള്ള പൾസേറ്റിംഗ് ഡി സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ പീക്ക് ടു പീക്ക് ഉണ്ടാവില്ല, കാരണം എ സി സിഗ്നൽ കൺവേർട്ടഡ് ആയിട്ട് ഡി സി ആയിട്ടുണ്ട്, അഥവാ പൾസേറ്റിംഗ് ഡി സി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും മാക്സിമം വോൾട്ട് മാത്രമാണ്. അതാണ് 2 × 5 10 വോൾട്ട് ലഭിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് വെർട്ടിക്കൽ ഡിവിഷൻ 2ഉം വോൾട്ട്സ് പെർ ഡിവിഷന് 5 വോൾട്ടുമാണ്. അങ്ങനെ 10 വോൾട്ട് ലഭിച്ചു. ടൈം പീരീഡ് മാറ്റമൊന്നുമില്ല, 4 × 5 മില്ലി സെക്കൻഡ് 20 മില്ലി സെക്കൻഡ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അതുപ്രകാരം ഫ്രീക്വൻസി = നേരത്തെ ചെയ്ത പോലെ തന്നെ 50 ഹെർട്സ് എന്നുള്ള വാല്യൂ ലഭിച്ചു. കാരണം ഫ്രീക്വൻസിയിൽ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഫ്രീക്വൻസിയിൽ ചേഞ്ച് ചെയ്യാതെ സിഗ്നലിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ എ സി സിഗ്നലിനെ ഡി സിയിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സർക്യൂട്ടാണ് ഇവിടെ റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഡി സിക്ക് ഫ്രീക്വൻസി ഇല്ലല്ലോ, എന്തുകൊണ്ടാണ് ഫ്രീക്വൻസി എന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന റെക്ടിഫയറിൽ ഇത് പൾസേറ്റിംഗ് ഡി സി ആണ്, പ്യുവറായിട്ട് ഡി സി ആയി മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നാം അതിൽ ഒരു ഫ്രീക്വൻസി അസംപ്ഷൻ ചെയ്യുകയാണ്. ഫ്രീക്വൻസി ഇല്ലാതിരിക്കണമെങ്കിൽ അത് പ്യുവറായിട്ട് ഡി സി ആയിരിക്കണം. പക്ഷേ ഇവിടെ പൾസേറ്റിംഗ് ഡി സി ആയതുകൊണ്ട് എ സി കണ്ടന്റ് അതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതേപ്രകാരം ഫ്രീക്വൻസി മെഷർ ചെയ്യാവുന്നതാണ്. ഇനി ഔട്ട്പുട്ട് വിത്ത് ഫിൽറ്ററാണ്. അവിടെ 2 വോൾട്ടേജ്, അപ്പർ വോൾട്ടേജ്, ലോവർ വോൾട്ടേജ് ഉണ്ട്. ഈ അപ്പർ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അവിടെ ഫിൽറ്ററായി ഉപയോഗിച്ചിരിക്കുന്നത് കപ്പാസിറ്ററാണ്. അപ്പോൾ കപ്പാസിറ്റർ മാക്സിമം ചാർജ് ആവുന്ന റേറ്റിംഗ് ആണ് അതിൻ്റെ അപ്പർ വോൾട്ടേജ്. അതെന്ന് പറയുമ്പോൾ വി എമ്മിലേക്ക് തുല്യമായിരിക്കും. വി എമ്മിലേക്കാണ് കപ്പാസിറ്റർ ചാർജ് ആവുക മാക്സിമം വോൾട്ടിലേക്ക്. അതുപ്രകാരം അതിൻ്റെ റീഡിംഗ് എടുത്തപ്പോഴും 2 × 5 നമ്പർ ഓഫ് വെർട്ടിക്കൽ ഡിവിഷൻസ് 2 ആണ്, വോൾട്ട്സ് പെർ ഡിവിഷൻ 5 ആണ്. അങ്ങനെ 10 വോൾട്ട് നമുക്ക് ലഭിച്ചു. ഇനി ലോവർ വോൾട്ടേജ് അതിൻ്റെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയിട്ട് വീണ്ടും ചാർജിങ്ങിലേക്ക് പോകുന്ന ഏറ്റവും ഫൈനലായിട്ടുള്ള പോയിൻ്റ്, അതാണ് ലോവർ വോൾട്ടേജ്. അത് 1.6 × 5 8 വോൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെയും ടൈം പീരീഡും ഫ്രീക്വൻസിയും സെയിം ആണ്, 20 മില്ലി സെക്കൻഡ് ടൈം പീരീഡും. അതുപ്രകാരം ഫ്രീക്വൻസി 50 ഹെർട്സ് എന്നും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നാം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്ന വേവ് ഫോമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തേത് എ സി അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നലാണ്. 20 ആയിരുന്നു അതിൻ്റെ പീക്ക് ടു പീക്ക്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 20 -10 മുതൽ 10 വരെ 20 വോൾട്ട് പീക്ക് ടു പീക്ക്. ടൈം പീരീഡ് 20 മില്ലി സെക്കൻഡ് ആണ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടൈം പീരീഡ് 20 മില്ലി സെക്കൻഡ്. അതുപ്രകാരം ഇതിലേക്ക് ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ എക്സ് ആക്സിസിലെ ഒരു ഡിവിഷൻ അത് 5 മില്ലി സെക്കൻഡാണ്. വൈയിലാണെങ്കിൽ ഒരു ഡിവിഷന് 5 വോൾട്ടാണ്. ആ രീതിയിലാണ് ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അതാണ് ഇൻപുട്ട് സിഗ്നൽ. ഇത് ഔട്ട്പുട്ട് വിത്തൗട്ട് ഫിൽറ്റർ, അതായത് പൾസേറ്റിംഗ് ഡി സി ആണ്. ഇവിടെ ഒരു ഡയോഡാണ് ഉപയോഗിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഭാഗത്താണ് സിഗ്നൽ ലഭിക്കുകയുള്ളൂ, ഈ ഭാഗത്ത് ബ്ലാങ്ക് ആയിരിക്കും. നാം ഫ്രീക്വൻസി എടുക്കുമ്പോൾ ഒരു മുഴുവൻ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ മുതൽ ഇതുവരെയുള്ള വാല്യൂ ആണ് എടുക്കുന്നത്. അതുകൊണ്ട് അത് 20 മില്ലി സെക്കൻഡായി. ഇവിടെയും വി എം 10 വോൾട്ടിലാണ് വരച്ചിരിക്കുന്നത്.
നമ്മുടെ റീഡിങ്സ് പ്രകാരം. ഇനി ഔട്ട്പുട്ട് വിത്ത് ഫിൽറ്റർ ആണെങ്കിൽ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുള്ള ലോഡിന് അക്രോസുള്ള വേവ് ഫോമാണ്. അപ്പോൾ അവിടെ അപ്പർ വോൾട്ടേജ് ഉണ്ടാവും, ലോവർ വോൾട്ടേജ് ഉണ്ടാവും. ശരിക്കും ഇവിടെ സിഗ്നൽ എന്ന് പറയുന്നത് ഈ മുകളിൽ കാണുന്ന ഭാഗമാണ്. ഈ സോ ടൂത്ത് രീതിയിൽ കാണുന്ന വേവ് ഫോമാണ് നമ്മുടെ ഔട്ട്പുട്ട് വിത്ത് ഫിൽറ്റർ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഈ പോയിൻ്റാണ് അപ്പർ വോൾട്ടേജ്, ഈ പോയിൻ്റ്. താഴെയുള്ള ഈ ഭാഗമാണ് അല്ലെങ്കിൽ ഈ ഭാഗമാണ് ലോവർ വോൾട്ടേജ്. നമ്മുടെ റീഡിങ്സ് പ്രകാരം 10 വോൾട്ടിലെ അപ്പർ വോൾട്ടേജും 8 വോൾട്ടിലെ ലോവർ വോൾട്ടേജും ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 തന്നെയാണ്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ ആണ്. സെൻട്രൽ ടാപ്പ് റെക്ടിഫയറെ സംബന്ധിച്ച് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഹാഫ് വേവിനേക്കാളും റിപ്പിൾസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ തിയറിറ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 0.48 ആണ്. 0.48 ആണ് ലഭിക്കേണ്ടത് തിയറിറ്റിക്കൽ വാല്യൂ. ഹാഫ് വേവിന് അത് 1.21 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ റീഡിങ്സ് എടുത്തപ്പോൾ, മെഷർമെൻ്റ് എടുത്തപ്പോൾ റിപ്പിൾ വോൾട്ടേജ് എന്നുള്ളത് 5.4 എന്നാണ് ലഭിച്ചത്. DC വോൾട്ടേജ് 10.7. അങ്ങനെ ഫൈനലായിട്ട് 0.504 എന്നുള്ള വാല്യൂ 0.48 ആണ്. അതിൽ നിന്ന് ചെറിയ വ്യത്യാസമുള്ള രീതിയിൽ 0.02ൻ്റെ വ്യത്യാസമുള്ള രീതിയിൽ 0.504 എന്ന വാല്യൂ ലഭിച്ചു. ഇനി നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഇൻപുട്ട് സിഗ്നലിലെ പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് 20 വോൾട്ട് ആണ്. അതേ ട്രാൻസ്ഫോമർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതേ വാല്യൂ ഉള്ള. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഇൻപുട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നാം കൊടുക്കുന്നത് സെൻട്രൽ ടാപ്പ് ആയതുകൊണ്ട് 909 ആകുമ്പോൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് 18 വോൾട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപ്രകാരം ഔട്ട്പുട്ട് 36 വോൾട്ട് പീക്ക് ടു പീക്കിൽ, ഇൻപുട്ട് 36 വോൾട്ട് പീക്ക് ടു പീക്കാണ് അതിലുള്ളത്. ഓക്കെ. അപ്പോൾ നാം കാലിബ്രേഷൻ എന്ന സ്കെയിൽ പ്രകാരം 9 വോൾട്ട് ഉള്ളത് നേരത്തെ 10 വോൾട്ടിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപ്രകാരം നമുക്ക് 10 വോൾട്ട് ആക്കിയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പീക്ക് ടു പീക്ക് 40 വോൾട്ട്. പക്ഷേ ഇവിടെ നാം ഇൻപുട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ രണ്ട് അറ്റത്തുള്ള വോൾട്ടേജാണ് അപ്ലൈ ചെയ്യുന്നത്, അഥവാ 9ഉം 9ഉം ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് 10ലേക്കും കാലിബ്രേറ്റ് ചെയ്തു 10ഉം 10ഉം ആക്കി അസ്യൂം ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 20 വോൾട്ടാണ് VM, പീക്ക് ടു പീക്ക് 40 വോൾട്ട്. പക്ഷേ നമ്മളിവിടെ ഇൻപുട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു സെൻട്രൽ ടാപ്ഡ് പോയിൻറ്റും ഒരു അറ്റത്തുള്ള പോയിൻറ്റുമാണ്, അഥവാ 10 വോൾട്ടിലേക്കാണ് ഇവിടെ റീഡിംഗ് എടുത്തിരിക്കുന്നത്. അതുപ്രകാരം 20 വോൾട്ട് പീക്ക് ടു പീക്ക്, മാക്സിമം വോൾട്ട് 10 വോൾട്ട്. ടൈം പീരീഡും ഫ്രീക്വൻസിയും നേരത്തെ പോലെ തന്നെയാണ്, മാറ്റമില്ല. ഇവിടെ ഔട്ട്പുട്ട് ഫുൾ വേവ് എന്ത് ചെയ്യും, റെക്ടിഫൈ ചെയ്യും. പക്ഷേ മാക്സിമം വോൾട്ട് എന്ന് പറയുന്നത് വോൾട്ടിന് മാറ്റമില്ല, അതുകൊണ്ട് തന്നെ അത് 10 വോൾട്ടായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നു. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫുൾ വേവിനെ സംബന്ധിച്ച് ഫ്രീക്വൻസി നാം കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ഇരട്ടിയാവുന്നുണ്ട്. എന്താണോ ഫ്രീക്വൻസിയിലുള്ളത് അതിൻ്റെ ഇരട്ടി. ഇൻപുട്ട് എഫ് ആണെങ്കിൽ ഔട്ട്പുട്ടിൽ അത് 2f ആണ്. പക്ഷേ ഇവിടെ ഗ്രാഫ് വരക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പകുതിയായിട്ട് കൺസിഡർ ചെയ്തിട്ട് ടൈം പീരീഡ് ഈക്വൽ ടു 20 മില്ലി സെക്കൻഡ് തന്നെ എടുക്കുന്നു. കാരണം ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഹാഫ് സിഗ്നലിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ റീഡിങ് എടുത്താൽ മതി. പക്ഷേ
ഗ്രാഫിനെ ഒരു യൂണിഫോമിറ്റി ലഭിക്കാൻ വേണ്ടി നാമത് 2 സിഗ്നലിലെ അല്ലെങ്കിൽ 2 ഹാഫ് സൈക്കിളിലെ റീഡിങ്സാണ് എടുക്കുന്നത്. അതുപ്രകാരം ഫ്രീക്വൻസിക്ക് അല്ലെങ്കിൽ ടൈം പീരീഡ് മാറ്റില്ല. 20 ms 50 Hz എന്ന് ലഭിക്കുന്നു. അതേപോലെ തന്നെ ഔട്ട്പുട്ട് വിത്ത് ഫിൽറ്റർ 10 വോൾട്ടും 8 വോൾട്ടും ടൈം പീരീഡും ഫ്രീക്വൻസിയും അതേ പ്രകാരം തന്നെ ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ വേവ് ഫോം അവിടെ കാണിച്ചിരിക്കുന്നത്. പറഞ്ഞത് പ്രകാരം ആദ്യം ഇൻപുട്ട് ഔട്ട്പുട്ടിലെ ഇതാണ് ഔട്ട്പുട്ട് വിത്തൗട്ട് ഫിൽറ്റർ. ഇവിടെ ഇങ്ങനെ ഒരു വേവ് ഫോമാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ശരിക്ക് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ടൈം പീരീഡ്. അതൊരു ഇൻപുട്ടിനെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതുവരെ 2 F ഉണ്ടാവും. കാരണം ഒരു ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒരേ സൈക്കിൾ ആവർത്തിച്ച് വരുന്നത്, ഒരു സെക്കൻഡിൽ എത്ര ആവർത്തിച്ച് വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ F = 2F ആയിരിക്കും. ഇൻപുട്ട് F ആണെങ്കിൽ ഔട്ട്പുട്ട് 2F ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഈ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തിട്ട് ഒറ്റ ടൈം പീരീഡായിട്ട് എടുക്കുന്നു. അപ്പോൾ അതുപ്രകാരം ഫ്രീക്വൻസിക്കും ഇതൊക്കെ ഗ്രാഫിന് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ രീതിയിൽ തന്നെ 20 ms ടൈം പീരീഡും അതുപ്രകാരം 50 Hz ഫ്രീക്വൻസിയും കൺസിഡർ ചെയ്യുന്നു. ഇനി ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. അതും ഇതുപോലെ തന്നെയാണ് റീഡിങ്സ് ലഭിച്ചിരിക്കുന്നത്. 0.540 അതേ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് തന്നെ ചെയ്തിട്ടുള്ളത്. ഇവിടെ സെൻറ്റർ ടാപ്ഡ് ആയിട്ടുള്ള ഭാഗം ഉപയോഗിക്കേണ്ട, ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി 2 ഭാഗങ്ങൾ എടുത്താൽ മതി. ആ രീതിയിൽ ചെയ്തു. അപ്പോൾ റീഡിങ്സൊക്കെ സെയിം ആണ്. ഇതുവരെ പറഞ്ഞ അതേ പ്രകാരം തന്നെയാണ്. അതിൻ്റെ ഗ്രാഫാണ് സെൻറ്റർ ടാപ്പിനോട് സെയിം ആയിട്ടുള്ള അതേ വേവ് ഫോംസ് തന്നെയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ 3 റെക്ടിഫയറിൻ്റെയും ഒബ്സർവേഷൻ ആൻഡ് കാൽക്കുലേഷന് വിത്ത് ഇക്വേഷൻസ് അതുപയോഗിച്ചുള്ള ഗ്രാഫ് എന്നിവയാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ ഗ്രാഫ് ഷീറ്റിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുകയും റീഡിങ്സ് അതിന് തൊട്ട് മുമ്പായിട്ട് എഴുതുകയും ചെയ്യണം.